രക്തബന്ധങ്ങളെ തിരിച്ചറിയാതാവുക, സഹപാഠികളുടെ കണ്ണ് പറിച്ചെടുക്കുക, പണം കണ്ടെത്താൻ കവർച്ചകൾ നടത്തുക. നിത്യനെ എന്നോണം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മമാരെ പോലും കൊലപ്പെടുന്ന കുട്ടികളുടെ കഥകളാണ്. ജന്മം നൽകിയ മാതാവിനെ പോലും ആരും കൊല ചെയ്യുക സമൂഹത്തിന്റെ അധപ്പതനത്തിന് ദൃഷ്ടാന്തമല്ലാതെ മറ്റെന്താണ്? ഇതിനെ മറ്റെന്തായിട്ടാണ് കാണേണ്ടത്? നമ്മുടെ കുട്ടികളിൽ ഇത്രയധികം വയലൻസ് എങ്ങനെ വളർന്നുവെന്ന് നാം ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയമായില്ലേ? ഒരു മകൻ അമ്മയുടെ കഴുത്തിൽ കഠാര ഇറക്കിയത് ഒരു സിനിമ കണ്ടിട്ടാണത്രേ. മയക്കുമരുന്ന് ലോബിയും സിനിമാ ലോബിയും ഒത്തുചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. മയക്കുമരുന്നിന്റെ അടിമത്തം നമ്മുടെ സംസ്കൃതിയുടെ അടിത്തറ തന്നെ ആകെ ഇളക്കി മറിക്കുകയാണ്. ഈ കാളകൂട വിഷം നമ്മുടെ കുട്ടികളെ കെടിവെച്ച് പിടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകളായി. എന്നിട്ടും നാം കൈകെട്ടി നോക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതേതോ കുട്ടി, അതാരുടെ കുടുംബം, അതെല്ലാം നമ്മളെന്തിനറിയണം? നമ്മുടെ സ്വന്തം മക്കൾ ഒരിക്കലും അങ്ങനെയാവില്ല. സ്വന്തം മക്കൾക്ക് പരിശുദ്ധി കൽപ്പിച്ച് നാം എല്ലാത്തിൽ നിന്നും കൈകഴി മാറി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ലഹരി മാഫിയകൾക്ക് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെ അല്ല, കുട്ടികളുടെ രക്ഷിതാക്കളായ നമ്മുടെ വരുമാനത്തെയാണ്. കുട്ടികളെ സ്വന്തം കുടുംബങ്ങളിൽ അക്രമാസക്തരാക്കുക, അരാജകത്വം സൃഷ്ടിക്കുക, ചുടുചോറ് മാന്തിക്കുക, അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ അതിലൂടെ അവർ നേടിയെടുക്കുന്നു. ലഹരി മാഫിയകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലേക്കും കയറി വന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കാലതാമസമില്ലാതെ കടന്നു വരും, അതിന് സംശയമൊന്നും വേണ്ട. അതിനുള്ള വാതായനങ്ങൾ നാം എന്നേ തുറന്നിട്ട് കഴിഞ്ഞു. ഇനി ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഈ കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത്തരം കുട്ടികളോട് സഹാനുഭൂതിയോടെ പെരുമാറണം. അവർ കൊടും കുറ്റവാളികളുടെ ഇരകളായി പോയി എന്ന് നാം മനസ്സിലാക്കി കൊടുക്കണം. അവരെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ ചികിത്സിക്കാനും പുനരധിവസിപ്പിക്കാനും നാം ശ്രമിക്കണം. അവരുടെ ജീവിതത്തിൽ നിന്ന് ലഹരികളെ നീക്കം ചെയ്യാൻ അവരെ സഹായിക്കണം. അല്ലെങ്കിൽ ഫിലാഡൽഫിയയിൽ ഉണ്ടായ സിറ്റുവേഷനിലോട്ടാണ് എത്തപ്പെടാൻ പോകുന്നത്. നമ്മുടെ നഗരങ്ങളും അതുപോലെ നരകമാകാൻ എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നു എന്നുള്ളതാണ് വസ്തുത. ജീവിതത്തിൽ ഒരിക്കലും ഒരു സിഗരറ്റോ മദ്യമോ തൊട്ടിട്ടില്ലാത്ത ഒരാളെന്ന നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിനെയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അതുപോലെ പിതാക്കന്മാരാണ് മക്കൾക്ക് മാതൃകയാവേണ്ടതും. പേരന്റിംഗ് എന്ന കല അറിയാത്ത രക്ഷിതാക്കളും സ്നേഹം പങ്കുവെക്കാനുള്ള ഇടങ്ങൾ ഇല്ലാത്തതുമാണ് കുട്ടികൾ ഇങ്ങനെ കൈവിട്ടു പോകുന്നതിന് പ്രധാന കാരണം. ജീവിത വിജയത്തിന് പഠനം മാത്രം മതിയെന്ന് പറയുന്ന രക്ഷിതാക്കളാണ് സത്യത്തിൽ ഇരകളെയും വേട്ടക്കാരെയും സൃഷ്ടിക്കുന്നതെന്നും തോന്നിപ്പോവുകയാണ്. മാതാവും പിതാവും ഗുരുക്കളും മക്കൾക്ക് മാതൃകയാവണം. അങ്ങനെയാണ് നാം പഠിച്ചത്. അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോകുന്നതിന് ഒരു കാരണക്കാരൻ നാം തന്നെയാണ് എന്നുള്ളതാണ് പരമസത്യം. നമ്മുടെ കുട്ടികൾക്ക് ഒരു ശുദ്ധമായ ജീവിതം നൽകാനായി നാം എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണം. അവരെ ലഹരിയുടെ വിധേയത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനായി നാം ശ്രമിക്കണം. നമുക്ക് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കാം, അവരെ ഒറ്റപ്പെടുത്താതിരിക്കാം, അവരെ പരിപാലിക്കാം, അവരെ തിരികെ കൊണ്ടുവരാം. അതിലൂടെ നമ്മുടെ സമൂഹത്തെ ഈ ഭീകരതയിൽ നിന്ന് രക്ഷിക്കാം. ഉണർന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഒട്ടും അമാന്തിക്കാതെ നാം ജാഗരൂകരാവണം. നന്ദി.